വ്യൂവേഴ്സ് എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആയിക്കഴിഞ്ഞാൽ മെജോറിറ്റി ആളുകൾക്കും ഉണ്ടാകുന്ന 2 പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് കേട്ടോ. 2 പ്രഗ്നൻസി ടൈപ്പിൽ നമുക്കുണ്ടാകുന്ന വേദനയെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു സ്ത്രീക്ക് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ലക്ഷണമായിരിക്കില്ല സെക്കൻഡ് പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ ലക്ഷണങ്ങൾ കാണുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ നോക്കുക. കാണുന്നില്ലെങ്കിലും കാണുന്നുണ്ടെങ്കിലും നിങ്ങൾ ബോഡി ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് കെയർ ചെയ്യുക. ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ബോഡി കെയർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ കോൺടാക്ട് ചെയ്യാതിരിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, എത്രത്തോളം വെള്ളം കുടിക്കാൻ പറ്റുമോ അത്രത്തോളം വെള്ളം കുടിക്കുക, മൈൽഡ് ആക്ട് എക്സസൈസുകൾ ചെയ്യുക, ജോലി ചെയ്യുന്ന സമയത്ത് ശരീരത്തിന് കെയർ കൊടുക്കുക, ഒരുപാട് കുമ്പിട്ട് നിവർന്നുള്ള ജോലികൾ ചെയ്യാതിരിക്കുക, ഔട്ട്സൈഡ് ഫുഡ് അവോയ്ഡ് ചെയ്യുക, അതുപോലെ തന്നെ വീട്ടിൽ കുക്ക് ചെയ്തിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കുക കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് പ്രഗ്നൻസി സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി ഞാൻ ഈ പറയുന്നത് എന്താണ് വിഷയമെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഏറ്റവും ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഇവിടെ അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ അടിവയറിന് താഴെയുള്ള ഭാഗത്തുണ്ടാവുന്ന പ്രഗ്നൻസിയുടെ ലക്ഷണത്തിനെ പറ്റിയിട്ടാണ്. സംസാരിക്കാൻ പോകുന്നത് പ്യൂബിക് പെയിനിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിൽ സാധാരണ പ്രഗ്നൻ്റ് ആകുന്ന ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിൽ പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ ലെവൽ ഒന്ന് ഇൻക്രീസ് ആകാറുണ്ട്. നോർമലി നമ്മുടെ ലൂട്ടിയൽ ഫേസിൽ, അതായത് ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകേണ്ടത് പ്രൊജസ്ട്രോൺ ഹോർമോണാണ്. ഈ പ്രൊജസ്ട്രോൺ ഹോർമോൺ നമ്മുടെ ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആയിട്ടില്ല എങ്കിൽ അതങ്ങോട്ട് ഷെഡായി പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ ലെവൽ അങ്ങോട്ട് കുറയുന്നു, നമുക്ക് ബ്ലീഡിങ് വരുന്നു. എന്നാൽ നമുക്ക് ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആയി എങ്കിൽ, ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരു പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ ലെവൽ ഒന്ന് ഇൻക്രീസ് ആകും. നമ്മുടെ ശരീരം പറയും പ്രൊജസ്ട്രോൺ വേണ്ട, ഹോർമോൺ റിഡ്യൂസ് ആകണ്ട, നോർമലായിട്ടുള്ള രീതിക്ക് തന്നെ പോയാൽ മതി എന്നുള്ളൊരു സിഗ്നൽ നമ്മുടെ ശരീരത്തിൽ കിട്ടും. അപ്പോൾ ഈ പ്രൊജസ്ട്രോൺ ഹോർമോൺ, നിങ്ങൾ പ്രഗ്നൻ്റ് ആകുന്നൊരു സമയത്ത് പ്രൊജസ്ട്രോൺ ഹോർമോൺ പുറപ്പെടുവിപ്പിക്കുന്ന റിലാക്സിൻ എന്ന് പറയുന്നത്, ഈ റിലാക്സിൻ നമ്മുടെ ജോയിൻസിനെയും അതുപോലെ തന്നെ നമ്മുടെ ലിഗമെൻസിനെയും ഒക്കെ ഒന്ന് റിലാക്സ് ആക്കുന്നു. കാരണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്രസ് അവിടെ ഗ്രോ ആകാനായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബേബി അവിടെ ഇംപ്ലാന്റ് ആയി. ബേബി ഇംപ്ലാന്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മസിലെല്ലാം സാധാരണ രൂപത്തിലല്ല നിൽക്കുന്നത്, അതൊന്ന് സ്ട്രെച്ച് ആവാനായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ സ്ട്രെച്ച് ആവാനായിട്ട് തയ്യാറാകുമ്പോഴേക്കും അത് സ്ട്രെച്ച് ആവാൻ വേണ്ടിയിട്ട് അവിടെ പ്രൊഡ്യൂസ് ആകുന്ന ഒന്നാണ് റിലാക്സിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ. ഈ റിലാക്സിൻ ഹോർമോൺ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അവിടെ പ്യൂബിക് പെയിൻ അനുഭവപ്പെടുന്നു. ഈ പ്യൂബിക് പെയിൻ നമുക്ക് ഉണ്ടാകുന്നത് നമ്മുടെ പെൽവിക് ഫ്ലോർ മസിലിൻ്റെ ഭാഗത്താണ്. പ്യൂബിക് പെയിൻ നമുക്ക് നോർമലി ഫീൽ ചെയ്യുന്നത് നമ്മുടെ അടിവയറിന് താഴെയുള്ള ഭാഗം, നമ്മുടെ 2 കാലുകളും നമ്മുടെ കാലിൻ്റെ ഇടയിലുള്ള ഭാഗത്താണ് നമുക്ക് ഈ ഒരു വേദന അനുഭവപ്പെടുന്നത്. ഞാൻ ഇവിടെ ഇമേജ് കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും കേട്ടോ. നമ്മുടെ വജൈനയുടെ സ്കിന്നിൻ്റെ ആ ഒരു ഭാഗത്തുള്ള ഒരു ഏരിയയിലാണ് നമുക്ക് ഈ ഒരു പ്യൂബിക് പെയിൻ അനുഭവപ്പെടുന്നത്. നോർമലി ഈ ഒരു പെയിൻ നമുക്കുണ്ടാകുന്നത് അങ്ങോട്ട് കുത്തിക്കൊള്ളുന്നത് പോലെ, ജസ്റ്റ് നമുക്ക് ഇപ്പോൾ അടിവയറൊക്കെ ഒരു നീര് വീഴില്ലേ, അടിവയറ് നീര് വീഴുന്നൊരു സമയത്ത് നമുക്കൊരു വേദന ഉണ്ടാവുമല്ലോ, ഒന്നും ഇങ്ങനെ കുത്തി ഒരു പ്രഷർ വരുന്നത് പോലുള്ളൊരു വേദന നമുക്കുണ്ടാവുമല്ലോ. ഈ ഒരു വേദനയായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ഭാഗത്ത് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാകാനായിട്ടുള്ളൊരു കാരണം നമ്മുടെ ആ ഒരു മസിൽസൊക്കെ ഒന്ന് സ്ട്രെച്ച് ആവുന്നത് കൊണ്ടാണ്. നോർമലി നമ്മളിപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് ഫസ്റ്റ് പ്രഗ്നൻസി കഴിഞ്ഞു, ഫസ്റ്റ് പ്രഗ്നൻസി ആണ്, നമ്മളിപ്പോൾ ലാസ്റ്റത്തെ ട്രൈമസ്റ്ററിൽ ലേബർ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു വേദന ഫീൽ ചെയ്യും. കാരണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നമ്മുടെ ആ ഒരു ബോൺസും അതുപോലെ തന്നെ ജോയിൻസും ഒക്കെ ഒന്ന് റിലാക്സ് ആയിട്ട് വരും, ആ നോർമൽ ഡെലിവറി ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ റിലാക്സ് ആവുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആ ഒരു കാലുകൾക്കിടയിലുള്ള ഭാഗത്ത് വേദന അനുഭവപ്പെടാം. അതുപോലെ തന്നെ ഏർലി സ്റ്റേജിൽ നമുക്ക് ഇത്തരത്തിലുള്ള വേദനകൾ ഉണ്ടാവാറുണ്ട്. നോർമലി ഈ ഒരു വേദന നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് നമ്മൾ പെട്ടെന്നൊന്ന് കിടക്കുന്ന ഒരു സിറ്റുവേഷനിൽ, പെട്ടെന്ന് നമ്മളൊന്ന് എണീക്കുന്ന ഒരു സിറ്റുവേഷനിൽ, നമ്മൾ കുനിയുന്ന സിറ്റുവേഷനിൽ, അതുപോലെ തന്നെ ഒരു കാറിലോ മറ്റോ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി അങ്ങോട്ട് ഇരിക്കുന്ന, വെപ്രാളത്തിലൊന്ന് കയറി ഇരിക്കുന്ന ഒരു സമയത്ത്, ഇരുന്ന് നമ്മളൊന്ന് എഴുന്നേൽക്കുന്ന സമയത്ത്, ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ഒരു ലക്ഷണങ്ങളൊക്കെ കാണാനായിട്ട് തുടങ്ങുന്നത്. സാധാരണയായിട്ട് പല സ്ത്രീകളിലും ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു പ്രഗ്നൻസിയുടെ ലക്ഷണമാണ് ഈ ഒരു പ്യൂബിക് പെയിൻ എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് പ്രഗ്നൻസി പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്യൂബിക് പെയിൻ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, ആ ഒരു പെയിനിൻ്റെ ആഘാതം വളരെയധികം കൂടുതലാണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കണ്ടത് സംസാരിക്കണം കേട്ടോ. കാൽസ്യമോ അല്ലെങ്കിൽ വിറ്റമിൻ ഡിയുടെ മെഡിസിനോ അല്ലെങ്കിൽ പാല് കുടിക്കുന്നതോടുകൂടിയോ മുട്ട കഴിക്കുന്നതോ ചിക്കൻ കഴിക്കുന്നതോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്യൂബിക് പെയിനെ നിയന്ത്രിച്ച് കൊണ്ടുവരാവുന്നതാണ്. കൂടുതലായിട്ടൊരു പെയിൻ നിങ്ങൾക്ക് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ പ്രഗ്നൻസി സമയത്ത് ഒരുപാട് ഡിസ്കംഫർട്ട് അത് ഉണ്ടാക്കും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വേദനകൾ വരുന്നുണ്ടെങ്കിൽ ശരീരം ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്
പീരിയഡ്സ് ആകാൻ പോകുന്നത് പോലുള്ള ഒരു വേദന ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണം. അതായത് നമുക്ക് പീരിയഡ്സ് വന്ന് നിൽക്കുന്നത് പോലുള്ള ഒരു വേദന നമുക്ക് അനുഭവപ്പെടുക. പ്രഗ്നൻ്റ് ആയിട്ടുള്ള പല സ്ത്രീകൾക്കും ഈ ഒരു വേദന അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചാനലിൽ തന്നെ ഒരു ദിവസം ഒരുപാട് പേര് പറയുന്നുണ്ട്, ചേച്ചി പീരിയഡ്സ് ആകാൻ പോകുന്നത് പോലുള്ള ഒരു വേദന വരുന്നുണ്ട്, ഈ മാസവും എനിക്ക് നഷ്ടമായി പോയി എന്ന് വിചാരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വേദന ഉണ്ടാവുന്നത് എന്ന് നമുക്ക് നോക്കാം കേട്ടോ. പീരിയഡ്സ് ആകുന്നതിന് മുൻപാണെങ്കിലും നമ്മുടെ മസിൽസൊക്കെ ഒന്ന് കോൺട്രാക്ഷൻസ് സംഭവിച്ചിട്ടാണ് നമുക്ക് പീരിയഡ്സ് ആകുന്നത്. ഇനി നമുക്ക് പ്രഗ്നൻസിയാണ് ആകുന്നതെങ്കിൽ നമ്മുടെ മസിൽസൊക്കെ ഒന്ന് സ്ട്രെച്ച് ആകുന്നുണ്ട്. സ്ട്രെച്ച് ആകാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് നമ്മുടെ യൂട്രസ് അതുവരെ നിൽക്കുന്ന ഒരു സ്ഥിതിയിൽ നിന്നും അതൊന്ന് എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങും. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തും നമുക്ക് ഇതുപോലുള്ള ക്രാംസ് അനുഭവപ്പെടും. കാരണം നമ്മുടെ ആ ഇംപ്ലാന്റേഷൻ നടക്കുന്ന എൻഡോമെട്രിയൽ ലൈനിങ്ങിൽ നിന്ന് ഒരു പൊസിഷൻ ഉണ്ടാക്കിയിട്ടാണ് നമ്മുടെ ആ ഫെർട്ടിലൈസ്ഡ് എഗ് അവിടെ അറ്റാച്ച് ആവുന്നത്. ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോഴേക്കും നമുക്ക് അവിടെ ചെറുതായിട്ട് വേദന ഉണ്ടാക്കും. അതുപോലെ തന്നെ നമുക്ക് പീരിയഡ്സ് അടുക്കുന്ന സമയം എന്ന് പറയുന്നത് നമ്മുടെ അണ്ടം അല്ലെ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ് ഒന്ന് ഗ്രോ ആയി തുടങ്ങുന്ന സമയമാണ്. ഈ സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മസിൽസ് ഒക്കെ ഒന്ന് വികസിക്കാനായിട്ട് തുടങ്ങും. നമ്മളുടെ ശരീരത്തിൽ റിലാക്സിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ പുറപ്പെടുവിപ്പിക്കാനായിട്ട് തുടങ്ങും. റിലാക്സിൻ ഹോർമോൺ ശരീരത്തിൽ കൂടുമ്പോഴേക്കും അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ മസിൽസിലും ജോയിന്റ്സിലും ലിഗമെന്റ്സിലും ഒക്കെ വേദന അനുഭവപ്പെടും. ഇതൊന്നിങ്ങനെ എക്സ്പാൻഡ് ആയി വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു എംബ്രിയോയ്ക്ക് അവിടെ വളരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരിക്കലും യൂട്രസിന് പെട്ടെന്ന് അങ്ങോട്ട് ഗ്രോ ആകാനായിട്ട് സാധിക്കില്ല. അത് ഗ്രോ ആകാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള അതിന് ചുറ്റുമുള്ള മസിൽസ് ഒക്കെ ഒന്ന് സ്ട്രെച്ച് ആകണം, അതായത് ഒന്ന് വലിയണം. ഇതൊന്ന് വലിയണമെങ്കിൽ നമ്മുടെ ആ ഒരു സ്ഥിതിയിൽ നിൽക്കുന്ന ആ മസിൽസും ലിഗമെന്റ്സും ഒക്കെ ഒന്ന് സ്ട്രെച്ച് ആകണമെങ്കിൽ നമുക്ക് അവിടെ വേദന അനുഭവപ്പെടൂലേ. ഈ വേദന ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ടാണ് പലർക്കും തന്നെ പീരിയഡ്സ് ആകാൻ പോകുന്നത് പോലുള്ളൊരു ബുദ്ധിമുട്ട് ആ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ അനുഭവപ്പെടുന്നത് കേട്ടോ. ഇനി ഈ വേദനയുടെ ദൈർഘ്യം എത്രത്തോളം ഉണ്ടാകുമെന്നും ഡെപ്ത് എത്രത്തോളം ഉണ്ടാകുമെന്നും നമുക്ക് നോക്കാം. ഈ പീരിയഡ്സ് ആകാൻ പോകുന്നത് പോലെ നമുക്കുണ്ടാവുന്ന പ്രഗ്നൻസിയുടെ ആ ഒരു ലക്ഷണം ഒരിക്കലും നമുക്കുണ്ടാകുന്ന ഹെവി ആയിട്ടുള്ള ബ്ലീഡിംഗ് ആയിരിക്കില്ല. ഹെവി ആയിട്ടുള്ള ക്രാംസ് ആയിരിക്കില്ല. നമുക്ക് പീരിയഡ്സിന്റെ ആ ഒരു ചെറിയൊരു ബ്ലീഡിങ് തുടങ്ങുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ. ഈ ബ്ലീഡിങ് തുടങ്ങുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന വളരെ ചെറിയൊരു വേദനയായിരിക്കും പ്രഗ്നൻസി ആവുന്ന സമയത്ത് ഒരു സ്ത്രീക്ക് ഉണ്ടാവുന്നത്. അതല്ലാതെ നമുക്ക് പീരിയഡ്സിന്റെ സെക്കൻഡ് ഡേയോ അല്ലെങ്കിൽ ഓവർ ബ്ലീഡിങ് ഉണ്ടാകുന്ന ദിവസമോ അനുഭവപ്പെടുന്ന തരത്തിലുള്ള സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വേദനയായിരിക്കില്ല പ്രഗ്നൻസി ആകുന്ന ഒരു സ്ത്രീക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ടാകുന്നത് കേട്ടോ. അത് നിങ്ങൾ ഏറ്റവും ആദ്യം തന്നെ മനസ്സിലാക്കുക. രണ്ടാമതായിട്ട് പീരിയഡ്സിന്റെ ബ്ലഡ് എവിടെയോ വന്ന് കെട്ടി നിൽക്കുന്നത് പോലുള്ളൊരു ബുദ്ധിമുട്ടും ഇറിറ്റേഷനും ഒക്കെ ആയിരിക്കും എപ്പോഴും പ്രഗ്നന്റ് ആകുന്ന ഒരു സ്ത്രീക്ക് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ഉണ്ടാവുന്നത് കേട്ടോ. എൻ്റെ ആദ്യത്തെ പ്രഗ്നൻസിയുടെ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായ ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കാരണം എനിക്കറിയില്ല ഈ ഒരു വേദന എനിക്ക് വരുന്നത് പ്രഗ്നന്റ് ആയതുകൊണ്ടാണെന്ന്. കാരണം അതിനെപ്പറ്റി ഒരു നോളജും ആ സമയത്തില്ല. പീരിയഡ്സിന്റെ ബ്ലഡ് എവിടെയോ വന്ന് കെട്ടി നിൽക്കുകയാണ്, അത് ഇങ്ങോട്ട് പുറത്തേക്ക് വരുന്നില്ല. ഞാൻ അനീമിക് ആയതുകൊണ്ടാണോ എന്നൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു സിംറ്റംസ് പലർക്കും ആ ഒരു പ്രഗ്നൻസി സമയത്ത് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് പലരും ചെയ്തു വെക്കുന്ന മറ്റൊരു ബ്ലണ്ടർ ഉണ്ട് കേട്ടോ. കാരണം പീരിയഡ്സ് ആകാൻ പോകുന്നത് പോലുള്ളൊരു വേദന വരുമ്പോഴേക്കും പലരും ഫെഡപ്പായി പോവുകയാണ്. മുഖത്ത് കുരുക്കൾ വരുമ്പോൾ അത് പ്രഗ്നൻസി അല്ല പീരിയഡ്സ് ആണ് എന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് ലക്ഷണങ്ങൾ പീരിയഡ്സ് ആകാൻ പോകുന്നത് പോലുള്ള ഒരു വേദനയും കൂടി വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേര് ചിന്തിക്കും ഈ ഒരു മാസവും കൂടി നഷ്ടമായി പോയി എന്ന് തന്നെ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കുന്നവരെ പലരും ചെയ്ത് വെക്കുന്ന ഒരു മിസ്റ്റേക്കാണ് പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഞ്ചി വെള്ളമോ അല്ലെങ്കിൽ പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന എക്സസൈസുകൾ ചെയ്യുകയോ അല്ലെങ്കിൽ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ഒരു മിസ്റ്റേക്ക് ചെയ്യാനായിട്ട് പാടില്ല. കാരണം ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റുകൾ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ ഈസി ആയിട്ട് പ്രഗ്നന്റ് ആകുന്നില്ലെങ്കിൽ അവർ പ്രഗ്നന്റ് ആകാനായിട്ട് തടസ്സമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങളുടെ ശരീരത്തിലുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. ആ സമയത്ത് പീരിയഡ്സിന്റെ വേദന ലൈറ്റ് ആയിട്ട് ഒന്ന് വന്നു കഴിഞ്ഞാൽ പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതായത് നാച്ചുറലി പീരിയഡ്സ് വരുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളോ എക്സസൈസുകളോ ഒക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് പീരിയഡ്സ് വരുന്നതിന് അത് കാരണമാകും. അതുകൊണ്ട് ഒരിക്കലും ആ ഒരു ബ്ലണ്ടർ നിങ്ങൾ ചെയ്യാനായിട്ട് പാടില്ല. മുഖത്ത് കുരുക്കൾ വരുന്നതോ അല്ലെങ്കിൽ പീരിയഡ്സ് ആകാൻ പോകുന്നത് പോലെ വേദന വരുന്നതോ ഒരിക്കലും നിങ്ങളുടെ പീരിയഡ്സ് ആണ് വരാൻ പോകുന്നത് എന്നതിന്റെ ഒരു സൈൻ അല്ല. മുഖത്ത് കുരുക്കൾ ഉണ്ടായിട്ടും പീരിയഡ്സ് വരാൻ പോകുന്നത് പോലുള്ള വേദനയുണ്ടായിട്ടും പ്രഗ്നന്റ് ആകുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ ബ്രസ്റ്റിന് പെയിൻ പീരിയഡ്സ് ആകാൻ പോകുന്നതിനുണ്ടായിട്ടും അത് ആ ഒരു ലക്ഷണം വെച്ചിട്ട് പ്രഗ്നന്റ് ആകുന്നതുമായിട്ടുള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു
അസംഷൻ വെച്ചിട്ട് പീരിയഡ്സ് ആണ് വരുന്നത് എന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇൻ കേസ് നമുക്ക് പീരിയഡ്സിന്റെ ദിവസം ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് എക്സസ് ആയിട്ടുള്ള, അതായത് പീരിയഡ്സിന് പോകുന്നത് പോലെയുള്ള ബ്ലീഡിംഗ് ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം. ഒരുപാട് പേര് ചാനലിൽ പറയുന്നുണ്ട്, ചേച്ചി പീരിയഡ്സ് ആകുന്ന ദിവസം ലൈറ്റായിട്ട് മാത്രമേ സ്പോട്ടിംഗ് ഉണ്ടായിട്ടുള്ളൂ, അതിനുശേഷം ആ സിംറ്റംസ് ഒക്കെ കണ്ടിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴേക്കും പോസിറ്റീവ് റിസൾട്ട് കിട്ടി എന്നുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സസ് ആയിട്ട് ബ്ലീഡിംഗ് വരുന്നുണ്ടോ, പീരിയഡ്സ് പോലെ ബ്ലീഡിംഗ് വരുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അങ്ങനെ ഒരു ബ്ലീഡിംഗ് നിങ്ങൾക്ക് വരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനായിട്ട് ഇനിയും വഴിയുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.